എന്റെ പ്രാന്തി കുപ്പായം. സത്യം പറയാലോ കുട്ടിയെ, ഇതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോ തന്നെ എന്റെ അസുഖമൊക്കെ മാറി. ഈ 36ന്റെ കുപ്പായം നല്ല ഭാഗ്യമുള്ളതാ. അസുഖമൊക്കെ ഭേദായില്ലേ? ഉവ്വ് ഇതുമേലൊന്ന് കേറി നോക്കൂ, അപ്പൊ അറിയാം 36ന്റെ മേന്മ. അരപ്രാന്തുള്ളവരെ മുഴുപ്രാന്താക്കുന്ന സ്ഥലാ ഇത്. ആ ഗോപാലകൃഷ്ണ, കുടുംബത്തെ എന്താ മോനെ കഥ? അറിയും വരെയൊക്കെ തുറന്നിട്ട് എല്ലാരും തോന്നിയാസാവൂല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്മേ. ഇല്ല പിന്നെ. ആ നടന്നോളൂ, നേരം കളയണ്ട. നീ എന്റെ മോളാ. നീയുള്ള ഇവിടെ എനിക്ക് സ്വർഗ. എന്നെ വിട്ട് ഞാൻ മരിക്കോളം നീ എങ്ങും പോണ്ടാട്ടോ. ഇല്ല, എനിക്ക് വേറെ അമ്മയില്ലല്ലോ. കുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാ പോട്ടെ എന്നൊരു വാക്കെങ്കിലും. പന്ന പരട്ട കിളവി ഇനിയും വരും മുഴു പ്രാന്തായിട്ട്. വരട്ടെ വരട്ടെ, 10 പൈസ തരാതെ പൊക്കളഞ്ഞല്ല. വിനു, കം. ഒരു മനോരോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് രോഗമുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾ കൂടി ബോധ്യമുണ്ട്. ആരെങ്കിലും കൊണ്ടുവന്ന് വട്ടാണെന്ന് പറഞ്ഞ് അകത്തിടുന്നത് ശരിയല്ലല്ലോ. നിങ്ങളെ കൊണ്ടുവന്നവർ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് വട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എല്ലാ വട്ടന്മാരും അങ്ങനെയാണ് പറയുന്നത്. 10 വിഡ്ഢികളുടെ മുമ്പിൽ ഒരു ബുദ്ധിമാന് എന്ത് സ്ഥാനമാണുള്ളത്? അതാണ് സത്യം പറഞ്ഞാൽ എന്റെ സ്ഥിതി. എന്റെ വീട്ടുകാർ എന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു എനിക്ക് വട്ടാണെന്ന്. നിങ്ങൾ വിശ്വസിച്ചു. സപ്പോസ് ഞാൻ പറയുന്നു
എനിക്ക് വട്ടില്ല എന്നും അവർക്ക് വട്ടാണെന്നും നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. കാരണം മെജോറിറ്റി പറയുന്നതാണല്ലോ ശരി. പക്ഷെ ഒന്നാലോചിക്കണം, മെജോറിറ്റി പറയുന്നത് തെറ്റാണെന്ന് ഈ നാട്ടിലെ മന്ത്രിമാർ വരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മെജോറിറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കരുത്. നിങ്ങൾക്ക് ഞാൻ ഭ്രാന്തനാണെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോവാം. ഓക്കെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു മോഡേൺ പെയിന്റിംഗ് എന്ന് പറയാം. നിങ്ങൾ ഇതിനെ എന്ത് വിളിക്കും? ഒരു ചിത്രകാരന്റെ തോന്നിവാസം എന്ന് വിളിക്കാം, എന്നെ പോലൊരു സാധാരണക്കാരൻ. പിന്നെ കലാകാരന്റെ വ്യൂ പോയിന്റിൽ അത്യുന്നതയുടെ അപാര നീലിമ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്താണെന്ന്. അതെ, കറക്റ്റ് അല്ലേ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും രൂപം കാണുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. ഇനി സൂക്ഷിച്ച് എന്നെ കൊണ്ട് നോക്കിപ്പിച്ചാ വേണമെങ്കിൽ പലതും പറയാം. മേഘങ്ങൾ ചിലപ്പോൾ പട്ടിയുടെയും പൂച്ചയുടെയും രൂപത്തിലാവുന്ന പോലെ. ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ, നിങ്ങൾ ഇവിടെ വരുന്നവരെ ഭ്രാന്ത് പിടിപ്പിക്കാറുണ്ടോ? സോറി, ഇതൊക്കെ ഞങ്ങളുടെ ഓരോ ടെസ്റ്റുകളാണ്. ഈ ചിത്രം നോക്കി ഒരു കഥ പറയാമോ? ടെസ്റ്റ് അല്ലേ, പറയാം. എനിക്ക് ഭ്രാന്തില്ലാന്ന് തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ ഇപ്പോഴ്. What do you mean, ഡോക്ടർ? ഞങ്ങൾക്ക് അയാളിൽ ഒരു തകരാറും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യും? എന്താണ് അയാളുടെ അസുഖം? ഞാൻ അവന്റെ ജ്യേഷ്ഠനാണ്, എനിക്കറിയാം. ഹീസ് മാഡ്. കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടർ രവീന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. ഹി ടോൾഡ് മീ ടു ബ്രിങ് ഹിം, ബട്ട് ഹി ഈസ് നോട്ട്. പ്രശ്നമൊന്നുമില്ല. ഇവിടെ 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 അല്ല സാറേ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരില്ലേ? കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി. എന്റെ അവിടെ ഇവിടെ ഇവിടേക്കല്ലേ വന്നിരിക്കുന്നത്, അവന്റെ അപ്പ സമ്പാദിച്ച സ്ഥലം പോലെ. ആര്? ഈച്ച, ചതഞ്ഞടിഞ്ഞു കിടക്കുന്ന ഈച്ച, പന്ന റാസ്കൽ. നമ്മുടെ നാട് കളി. യു അല്ല സാറേ, നമ്മുടെ കാര്യം എന്തായി? സാറിന് എന്ത് തോന്നുന്നു? am I mad or not? Mad or not? അഡ്മിറ്റ് ചെയ്യും. സാവിത്രി, എന്താച്ചാ? മോള് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ? നല്ല സുഖമില്ല, 2 ദിവസത്തേക്ക് ലീവാ. എഴുതി കൊടുത്തോ? ഉവ്വ്. ഗുഡ് മോർണിംഗ് സർ.
യു ആർ ലേറ്റ് ബൈ 92 seconds. സാറ് 2 മിനിറ്റ് നേരത്തെയാണ്. ഉണ്ണികൃഷ്ണൻ, ബെറ്റർ കറക്റ്റ് യുവർ വാച്ച്. സുഭദ്ര കുഞ്ഞമ്മയെ ഡിസ്ചാർജ് ചെയ്തു. അവരുടെ അസുഖം ഭേദമായതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സാവിത്രിക്ക. പുതിയൊരെണ്ണം വന്നിട്ടുണ്ടോ? അസുഖം അത് തന്നെ, ഷീസോഫ്രീനിയ. ഒരു ലവ് ട്രാജഡിയാ. എന്ത് ട്രാജഡി ആയാലും മുടങ്ങാതെ പേഷ്യൻസ് വന്ന് കയറുന്നുണ്ടല്ലോ. തന്റെ നാട്ടുകാരനാ? എന്റെ നാട്ടുകാരനോ? അതെ. എന്താ പേര്? പേര് ഓർമ്മയില്ല, ഹോസ്പിറ്റൽ റെക്കോർഡിൽ കാണും. ഗുഡ് മോർണിംഗ് സർ. ആ, പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചിരുന്നു. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ തൽക്കാലം രാജിവെക്കാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. ആരോടും പറയണ്ട, രാജിവെച്ചാൽ അപ്പോൾ ഓരോ അറിയിക്കും. അടുത്ത സ്ഥാനം നമുക്ക്. ഓക്കെ. ലൈസൻസ് ഓണടിച്ചോടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ആര് പിടിച്ച് മുട്ടയടിച്ച് വിട്ടത്? നോക്കിക്കോ, നിന്നെ എടുത്തോളാം. ഞാൻ കൂടെ കളിച്ചോട്ടെ. എന്തുണ്ട് കയ്യില്? എന്തോ വേണം? കാശ്. എന്റെ തറവാട്ടില് കേട്ട് കാണും, കോയിക്കുളത്തറവാട്. 50 ഏക്കർ തെങ്ങും പുരയിടവും അതിനൊത്ത നെൽകൃഷിയും 12 ആനകളും 1 പിടിയാനയും അതിനൊത്ത കുട്ടിയാനകളും അടുക്കളയിലും അറപ്പുരയിലും സുഖമായി വാഴുന്നു. ഇനി നമ്പൂരി പറ. മനക്കിലെ കാര്യം പറഞ്ഞാൽ നേരം വെളുക്കും. കേട്ട് കാണും മേമന. നിലവറക്കുഴിയില് 800 പവൻ 300 കുടങ്ങളിലാക്കി തൊകൽപ്പട്ടയിട്ട് കുഴിച്ചിട്ടിരിക്കുക. അപ്പന്റെ കാലത്ത് 12 ബാല്യക്കാര് അഹോരാത്രം നിന്ന് കളിക്കുക. ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇനി അച്ചായം പറ. എന്റെ കയ്യിൽ ഒന്നുമില്ലേ, ഞാൻ പാപ്പരാ. എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യില് സെക്രട്ടേറിയറ്റ് ഉണ്ട്, AR ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, പിന്നെ മ്യൂസിയം ഉണ്ട്. എന്നാ നീ നേരത്തെ പറഞ്ഞു തലയ്ക്കണ്ടേ? ഈ ചെറുക്കിനും കൂടെ കൈയിട്ടോട്. എന്ത് എനിക്ക് ഇപ്പൂ തരുമോ? നായര അല്ല, നായനാര്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മരുന്നൊക്കെ എടുത്തു എടുത്തു വെച്ചു. ഗുഡ് മോർണിംഗ് എവറിബഡി. മരുന്ന് കഴിക്കേണ്ട സമയമായി. എല്ലാരും കൗണ്ടറിന്റെ അടുത്തേക്ക് വരണം. മതിയാക്കണോ തന്റെ ഒരു ധാന്യം? എന്റെ അന്തരാത്മാവിന്റെ തേങ്ങാക്കൊല മാങ്ങാത്തൊലി 42, 43, 44, 81. എല്ലാം മത്സരിക്കണം. വിളിച്ച് പറഞ്ഞു കേട്ടില്ലേ? എല്ലാവരും പോയി ഭക്ഷണം മരുന്ന് കഴിക്കേ. 33, എനിക്ക് മരുന്ന് വേണ്ട. നീ മരുന്ന് കഴിക്കും. വേണ്ട. 4, നീ കഴിക്കും. വേണ്ട. 45. ദാ. 36. മരുന്നതാ. പേരെന്താ? വിനോദ് കുമാർ. വിനോന്ന് വിളിക്കും. ഇത് കഴിക്കുവോ? ഇന്ന് കഴിച്ചോന്ന് വരും, നാളെ തൊട്ട് കഴിക്കില്ല. നാളെ കഴിക്കാം. മരുന്ന് കഴിക്കണോ? താനല്ലേ കഴിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? 37.
സിസ്റ്റർ റേച്ചൽ, യെസ് സാർ. കം ഔട്ട്. നിങ്ങളോട് പറഞ്ഞതല്ലേ ത്രേസ്യ എന്ന നേഴ്സിനെ ഞാൻ പറയാതെ ഡ്യൂട്ടി കയറ്റരുതെന്ന്? യെസ് സാർ. Then how come she is attending the theatre duty? I will not encourage any loopholes in my administration here. My decision is final. Yes, final. And I will not show any sympathy to anyone who disobeys me. സാർ, അത് ആദ്യമായിട്ടാണ്. No explanation. ലീവ് എടുക്കാതെ ഡ്യൂട്ടിക്ക് വരാത്ത ഒരു നേഴ്സിനെ എനിക്ക് ഇവിടെ ആവശ്യമില്ല. സർ, മൈ ഹോസ്പിറ്റൽ ഡിമാൻഡ് സർട്ടൻ ഡിസിപ്ലിൻ. അത് തെറ്റിക്കുന്ന ആരെയും എനിക്ക് ഇവിടെ ആവശ്യമില്ല. സർ. വെദർ ഇറ്റ് ഈസ് എ ഡോക്ടർ, പേഷ്യന്റ്, നേഴ്സ് ഓർ ആൻ അറ്റൻഡർ. യെസ് ത്രേസ്യയെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. സാർ. നിങ്ങൾക്കുള്ളൊരു വാണിംഗ് കൂടിയാണിത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യെസ് സർ. താൻ ഇന്ന് വന്ന ആളാ അല്ലേ? എന്താ ചിരിക്കുന്നത്? ജി വിനോദ് കുമാർ, അതാണ് പേര്. ദാ ഇത് കണ്ടോ, അഡ്മിറ്റ് ചെയ്യാൻ വന്ന മൂത്ത ജ്യേഷ്ഠൻ ഒപ്പിട്ട് തന്നിട്ട് പോയ ബ്ലാങ്ക് ചെക്കുകളാ. 6 സഹോദരന്മാരിൽ ഇളയവനായവൻ. എല്ലാരും വലിയ ബിസിനസ്സുകാരാ. നാച്ചുറലി ഒരു ഭ്രാന്തനെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല. അച്ഛൻ താലോലിച്ച് വഷളാക്കി എന്ന അവരുടെ അഭിപ്രായം. എന്താ അദ്ദേഹത്തിന്റെ പേര്? റിട്ടയർഡ് ജഡ്ജ് മേലേപ്പാട്ട് ഗോവിന്ദമേനോൻ. നിന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഇവിടുത്തെ ബാല്യക്കാരായിരുന്നു. പഠിക്കാനുള്ള നിന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാണ് നിനക്ക് ഞാൻ ഫീസ് തന്നിരുന്നത്. എന്റെ മക്കളിൽ ഒരാൾ പഠിച്ച് ഡോക്ടറായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും പഠിത്തത്തിലല്ല താല്പര്യം. നീ ജയിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉണ്ണികൃഷ്ണൻ 1ാം റാങ്ക്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. വിനു, അത് ഉണ്ണിയേട്ടന് കൊടുക്ക. എന്തിനാ? ഉണ്ണിയേട്ടൻ പഠിച്ചു വലിയ ഡോക്ടർ ആവുമ്പോ മോന് ഉവ്വാവ് വന്ന ഭേദമാക്കണ്ടേ? കൊടുക്കുമോനെ. ഇത് 50,000 രൂപയുണ്ട്. നീ മെഡിസിൻ ചേരണം. മനുഷ്യന്റെ കാര്യമല്ലേ. ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും നിന്റെ പഠിത്തം മുടങ്ങരുത്. ഉണ്ണി, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. സാർ, no. വിനോദ്, ലുക്ക് ഹിയർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. തന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്കൊരല്പം രസക്കേട് തോന്നിയിട്ടുണ്ട്. കോപ്പറേറ്റ് ചെയ്യാത്ത രോഗികളോട് ഞാൻ ക്രൂരമായി പെരുമാറിയെന്ന് വരും. അതിനിടവരുത്തരുത്. യു മേ ഗോ. അതെനിക്ക് തരുമോ? വിനു, വിനുവിന് എന്നെ മനസ്സിലായോ? ഉണ്ണിയേട്ടൻ